അതായത് ആദ്യം പിണറായി വിജയൻ പറഞ്ഞു പാർലമെന്റിലെ UDFന്റെ എംപിമാർ പരാജയമാണ്, കേരളത്തിന് വേണ്ടി ശബ്ദിക്കുന്നില്ല, വികസന കാര്യങ്ങളിൽ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ല. അതിനകത്ത് രണ്ട് തരത്തിൽ വികസന കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണോ ഇവരുടെ പണി എന്നുള്ള കാര്യത്തിൽ ഞാൻ വേറെ അഭിപ്രായം പറഞ്ഞിരുന്നു, അതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം KC വേണുഗോപാൽ പറഞ്ഞു ആ വിഷയത്തിൽ പാർലമെന്റിലെ UDF എംപിമാരുടെ പ്രകടനത്തെക്കുറിച്ച് ഒരു ഡിബേറ്റിന് തയ്യാറാണ്. LDFന്റെ എംപിയെക്കുറിച്ചും. LDFന്റെ ഒരാളേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മളെ കമ്മീഷണറാണ്. പിന്നീട് അടുത്തൊരു MP ഉള്ളത് BJPയുടെയാണ്. പുള്ളി പിന്നെ ഡിബേറ്റ് നടത്തണമെങ്കിൽ കലിങ്കിലിരുന്ന ഡിബേറ്റ് നടത്തുള്ളൂ. പിന്നെ കമ്മീഷനിൽ മാത്രമല്ല, BJPന്റെ മാത്രമല്ല, പുള്ളി കലിങ്കിലിരുന്ന ഡിബേറ്റ് നടത്തത്തുള്ളൂ. ഇപ്പം എന്തായിരുന്നാലും കലിങ്കിലിരുന്ന ചർച്ചയ്ക്ക് തൽക്കാലം പിണറായി വിജയൻ പോകത്തില്ല, KCയും പോകത്തില്ല. അപ്പം എന്തായാലും കലിങ്കിലെ സംഭവം നടക്കത്തില്ല. അപ്പം പിന്നെ ആ പുള്ളിയും വിട്ട് കളിക്കുക. BJP ഇപ്പോൾ ആ രീതിയിൽ സ്റ്റേറ്റ് ലെവലിൽ ചർച്ച നടക്കത്തില്ല. പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ആദ്യം ഇദ്ദേഹം വെല്ലുവിളിക്കുന്നു KC വേണുഗോപാൽ, പിണറായി വിജയനെ വെല്ലുവിളി സ്വീകരിക്കുന്നു. പിണറായി വിജയനെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് തീയതിയും പിന്നെ വേദിയും തീരുമാനിച്ചാൽ മതി, അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. KC വേണുഗോപാൽ പറയുന്നു നാളെ തന്നെ ഞാൻ റെഡിയാണ് എന്ന്. മിനിഞ്ഞാന്നാണ് 2 ദിവസം മുമ്പ് തന്നെ. അത് അപ്പം തന്നെ വിത്തിൻ അവേഴ്സ് റിപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു കഴിയുന്നു.